IPL കലാശ പോരാട്ടം ഇന്ന് അഹമ്മദാബാദിലേക്ക് പോകുമ്പോൾ RCBയും പഞ്ചാബുമായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7:30 മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. ഈക്വൽ ഡൈമെൻഷൻസ് ഉറപ്പുവരുത്താൻ വേണ്ടി ഗ്രൗണ്ടിന്റെ സെന്റർ വിക്കറ്റ് ആയിരിക്കും ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അഹമ്മദാബാദിൽ പഞ്ചാബും GTയും തമ്മിൽ ഈ സീസണിൽ ആദ്യം ഏറ്റുമുട്ടിയ ട്രാക്കാണിത്. അന്ന് പഞ്ചാബ് ആദ്യം ബാറ്റ് ചെയ്ത് 243 എടുത്തപ്പോൾ GT 232 എടുത്തിരുന്നു. സോ ഡെഫിനറ്റായും ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷെ മഴയുണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വ്യത്യാസമുണ്ടാകുമോ എന്നത് കണ്ടറിയാം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 50% മഴയ്ക്കും ഈവനിംഗ് 33% മഴയ്ക്കും സാധ്യതയുണ്ട്. എങ്കിലും റിസർവ് ദിവസത്തിലേക്ക് പോകാതെ ഇന്ന് തന്നെ ഗെയിം തീരാൻ തന്നെയാണ് ചാൻസ്. ഇൻ കേസ് ഇന്ന് മഴ വന്നിട്ടുണ്ടെങ്കിൽ 120 മിനിറ്റ് വരെ എക്സ്ട്രാ ടൈം ഉണ്ട്. അതിലും ഗെയിം തുടങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിൽ റിസർവ് ദിവസമായ ജൂൺ 4 മത്സരം പോകും. നാളെയും ഇതുപോലെ ഗെയിം നടത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ പഞ്ചാബ് ആയിരിക്കും ടേബിൾ ടോപ്പേഴ്സ് ആയതുകൊണ്ട് കപ്പ് നേടുക. ഇതാണ് മഴ വന്ന് ഗെയിം നടക്കാതെ പോയാലുള്ള സിനാരിയോ. ഇനി ടീമുകളിലേക്ക് വന്നാൽ ടിം ഡേവിഡ് ഫിറ്റ് ആണെന്ന കാര്യം അറിയില്ല. ഒപ്പം ഫിൽ സോൾട്ട് ഇന്നലെ RCBയുടെ പ്രാക്ടീസ് സെഷനിൽ ഉണ്ടായിരുന്നില്ല. താരത്തിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നതുകൊണ്ട് പ്ലേ ഓഫ് ടൈമിൽ സോൾട്ട് തിരികെ പോകുമെന്നൊരു ന്യൂസ് നേരത്തെ ഉണ്ടായിരുന്നു. സോ താരത്തിന്റെ കാര്യം ടോസിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിനു മുൻപ് പ്രാക്ടീസ് നടത്തുമ്പോഴോ അറിയാൻ പറ്റും. കാരണം സോൾട്ടിനെ പോലെ ഒരു ഇമ്പോർട്ടന്റ് താരമില്ലെങ്കിൽ ടീം കോമ്പിനേഷൻ ഒരിക്കലും നേരത്തെ പുറത്തുവിട്ട് ഓപ്പോസിറ്റ് ടീമിനെ അറിയിക്കാൻ ആൻഡി ഫ്ലവർ ശ്രമിക്കില്ല. ഇഞ്ചുറി ഉള്ള താരങ്ങളെ പോലും വാമപ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആൻഡി ഫ്ലവറിനുണ്ട്. എങ്കിലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. ESPNന്റെ ന്യൂസിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. കോഹ്ലിയും ശ്രേയസുമായിരിക്കും ഈ ഗെയിം ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. റീസെന്റ് മത്സരങ്ങളിൽ പഞ്ചാബിനെതിരെ 62 ആവറേജ് കോഹ്ലിക്കുണ്ട്. ശ്രേയസ് ആണെങ്കിൽ അഹമ്മദാബാദിൽ ഇത്തവണ നടന്ന 2 ഗെയിമിലും നോട്ട് ഔട്ടായി നിന്നപ്പോൾ ആദ്യ ഗെയിമിൽ 97 കഴിഞ്ഞ ദിവസം 87 നേടിയിരുന്നു. ഹേസൽവുഡ് ശ്രേയസ് മാച്ചപ്പ് ഹ്യൂജ് ആയിരിക്കും. പഞ്ചാബിൽ പ്രിയാൻഷാര്യ, പ്രഭ്സിമ്രാൻ ഓപ്പണിംഗ്, ജോഷ് ഇംഗ്ലീഷ്, ശ്രേയസ് അയ്യർ, നെഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് ടോനസ്, ഒമർ സായി, കൈൽ ജെമീസൺ, അർഷദീപ്, ഹർപ്രീത് ബ്രാർ അല്ലെങ്കിൽ ചഹൽ, വിജയകുമാർ, വൈശാഖ് തുടങ്ങിയ ടീമിനാണ് ചാൻസ്. RCBയിൽ കോഹ്ലി സോൾട്ട് ഓപ്പണിംഗ്, മയങ്ക് അഗർവാൾ, പട്ടിദാർ, ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെപ്പേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, യാഷ് ദയാൽ, ഹേസൽവുഡ്, സുയാഷ് ശർമ്മ തുടങ്ങിയ ടീമിനാണ് ചാൻസ്. അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ വിജയ സാധ്യത എന്നിവ നോക്കിയാൽ കോഹ്ലി, സോൾട്ട്, ഹേസൽവുഡ് എന്നിവരെ RCBയിൽ നിന്നും ശ്രേയസ്, അർഷദീപ്, ഇംഗ്ലീഷ് എന്നിവരെ പഞ്ചാബിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. IPL പ്ലേ ഓഫിന്റെ പാറ്റേൺ വെച്ച് RCB കപ്പ് നേടാൻ തന്നെയാണ് ചാൻസ്. പക്ഷേ മത്സരത്തിന് ഒരു 50-50 ചാൻസാണ് കൊടുക്കുന്നത്.